അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്. സംസ്ഥാന താൽപ്പര്യത്തിന് ദോഷകരമായ ഒരിടപാടാണ് നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തുറമുഖത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയായാൽ 75% വരെ ഓഹരി കൈമാറാൻ അധികാരമുണ്ടെന്നും ഇതിനെല്ലാമുള്ള സർക്കാരിൻ്റെ അനുമതി നൽകണം എന്നുമാണ് കത്തിലുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? ഓഹരി കൈമാറ്റം 49% മുകളിൽ പോകും എന്ന സൂചനയാണ്. ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശത്തിൻ്റെ മാറ്റമായി, ഓണർഷിപ്പ് ചേഞ്ച്, ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? ഏത് സാഹചര്യത്തിലും കൺസെഷൻ അഗ്രിമെൻറ്റിൻ്റെ 5(3) പരിശോധിച്ചാൽ അങ്ങനെ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വഴിവിട്ടി ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങി അദാനിയുടെ താല്പര്യത്തിന് കീഴടങ്ങുമോ? അതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കാത്ത സെബിക്ക് നേരത്തെ നൽകിയ അപേക്ഷ പിൻവലിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല. ഇവിടെയാണ് കരാർ ലംഘനമടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി കാര്യങ്ങൾ അദാനിയുടെ വഴിക്ക് നീങ്ങാതിരിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. നാടിൻ്റെ താല്പര്യം മുൻനിർത്തി സംസ്ഥാന ഉടമസ്ഥതയിൽ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകുന്നതിന് തുടർന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്.